എന്താ മോളെ കാര്യം? ഗോകുലിനെ എന്തിനാ കാണുന്നേ? ഞാൻ പറയാം ആന്റി, എനിക്ക് അകത്തേക്ക് വരാലോ അല്ലേ? സച്ചേട്ടാ, മഞ്ചാടിയാ. മഞ്ചാടി ഗോകുലിനെ അന്വേഷിച്ചു വന്നതാ. അങ്കിൾ, എന്താ മോളെ? അല്ല, എന്തിനാ നീ ഗോകുലിനെ അന്വേഷിക്കുന്നേ? അതെന്താണെങ്കിലും അങ്കിളിനോട് പറ. എന്റെയും ജീവന്റെ കല്യാണം മുടക്കാൻ ഗോകുലേട്ടൻ ചില ശ്രമങ്ങളൊക്കെ നടത്തിയതായി ഞാൻ അറിഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളുടെ കല്യാണം മുടങ്ങുകയും ചെയ്തു. അത് മോളെ, ഗോകുൽ അതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അന്ന് കാറ്റും മഴയുള്ള സമയത്ത് അന്ന് ജീവൻ വള്ളത്തിൽ കടവ് കിടക്കാൻ നോക്കുമ്പോൾ അപകടം സംഭവിച്ചതല്ലേ? അന്ന് രാത്രി ഗോകുലേട്ടനെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മഞ്ചാടി. ഏട്ടന് നിന്നെ നഷ്ടപ്പെട്ടതിൽ ചെറിയൊരു വിഷമുണ്ടെന്നല്ലാതെ വേറെ പകയൊന്നും ഉണ്ടായിരുന്നില്ല. അതേ മോളെ, എന്റെ മോൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നുമല്ല. നിനക്കും ജീവനും വേണ്ടി ജയിലിൽ വരെ കിടന്നവനല്ലേ ഗോകുല്. മോൾ അവനെ വെറുതെ സംശയിക്കരുത്. ഞാൻ വെറുതെ സംശയിക്കുന്നതല്ല ആന്റി. ജീവൻ രാജിന് എന്താ സംഭവിച്ചെന്ന് ആന്റിയുടെ മകൻ അറിയാം. അത് ഗോകുലേട്ടനിൽ നിന്ന് കേട്ടിട്ടേ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവും. ചായ കുടിക്ക്. ചേച്ചി, എന്താ പാലില്ലായിരുന്നോ? ഇല്ല. അല്ലെങ്കിലും ദാസങ്കള ഷോപ്പ് ഇന്ദ്രനെ കൊടുക്കുമെന്ന് എനിക്ക് ആദ്യമേ അറിയായിരുന്നു. പിന്നെന്തിനാ ഇടയ്ക്ക് രഘുവേട്ടന് തന്നേക്കാമെന്ന് പറഞ്ഞെന്നാ എനിക്ക് പിടികിട്ടാത്തൊരു സംഭവം. ഇക്കാര്യത്തില് രഘുവേട്ടനും അമ്പിളി ചേച്ചിയും ദാസങ്ങളുടെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അദ്ദേഹം ഇപ്പൊ ചെയ്തു തന്നെയാ കറക്റ്റ്. മാസം 25,000 രൂപ ലാഭവിഹിതം അനുപമയ്ക്ക് ഇന്ദ്രൻ കൊടുക്കണമെന്ന കരാർ. ആ, അതല്ലേ വിനയ എല്ലാരും കരുതിക്കുട്ടി ഞങ്ങളെ ഒതുക്കാൻ നോക്കാണെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നീയും കൂടി അതിലുണ്ടോന്നാ എന്റെ സംശയം. നിങ്ങൾക്കാർക്കും ഞാനും രഘുവേട്ടനും രക്ഷപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? അയ്യോ, ഇങ്ങനൊന്നും പറയല്ലേ ചേച്ചി. നിങ്ങളെ രക്ഷപ്പെടുന്നതിൽ ഞങ്ങൾക്ക് ഒരു അസൂയയില്ല. അച്ഛൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചതൊന്നും ഞങ്ങൾ തടഞ്ഞിട്ടുമില്ല. അമ്പിളയുടെ വിഷമം കൊണ്ട് പറഞ്ഞതാ ചീരു. നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. ആദ്യം ഷോപ്പ് നടത്താൻ കിട്ടുന്ന പ്രതീക്ഷയായിരുന്നു. പിന്നെ ഇന്ദ്രൻ ഷോപ്പിന് പകരം പണം തരാന്ന് പറഞ്ഞപ്പോൾ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങി. ഒന്നും കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെന്നേ ഉള്ളൂ. ഇതിപ്പോ പ്രതീക്ഷ എന്നിട്ട് മനുഷ്യനെ പറ്റിക്കുന്ന പോലെയായിപ്പോയി. എന്ന് ഇടപാട് നടത്തുമെന്ന് ചോദിക്കാൻ ഞങ്ങൾ ഇന്ദ്രന്റെ വീട് വരെ പോയി സംസാരിച്ചു. ഇന്ദ്രനും സത്യനൊക്കെ ആ കാര്യത്തിൽ നല്ല പ്രതീക്ഷയോടെ സംസാരിച്ചു. ഒരാഴ്ചക്കുള്ളിൽ പണം തരാമെന്ന് പറഞ്ഞു. അപ്പോഴാ ഇടുത്തീര് പോലെ സുശീലാന്റി വന്ന് ദാസങ്ങളുടെ പുതിയ തീരുമാനം ഞങ്ങൾ അറിയിച്ച. അല്ലെങ്കിലും ആ സ്ത്രീ ഒരു കുഴിത്തുരുമ്പാണല്ലോ. അനന്തം മാഷിന്റെ കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സുശീലയ്ക്ക് അതിൽ എന്തെങ്കിലും ഒരു പങ്കുണ്ടായിരിക്കും. എന്നാലും ഈ കാര്യത്തിൽ എങ്ങനെയായിരിക്കും സുശീല ദാസാറിനെ സ്വാധീനിച്ചിട്ടുണ്ടാവുക? ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയ ഉടനെ ഇങ്ങനൊരു പണി പറ്റിക്കണമെങ്കിൽ സുശീലയ്ക്ക് നേരത്തെ ഏതെങ്കിലും ഒരു ഉന്നം വേണമല്ലോ. അതെന്തായിരിക്കും എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട് ആന്റി.
മഞ്ചാരിയുടെയും ജീവൻ രാജിന്റെ കല്യാണം മുടക്കാൻ വേണ്ടി ദാസങ്ങളിലും നിങ്ങൾക്കൊക്കെ സുശീൽ ആന്റിയുമായി എന്തോ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു അല്ലേ വിനയ? സുശീൽ ആന്റിയുടെ ഇന്നത്തെ പെരുമാറ്റം കണ്ടപ്പോ അവർക്ക് ഒരു അറ്റാക്ക് സംഭവിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ആ കല്യാണം മുടക്കിയതിന് ദാസങ്ങൾ സുശീൽ ആന്റിക്ക് കൊടുത്ത ഗിഫ്റ്റ് അല്ലേ വിനയ ഷോപ്പ്? രഘുവേട്ടൻ ഇങ്ങനെ ഒന്നും അറിയാത്ത ആളെ പോലെ സംസാരിക്കല്ലേ. മഞ്ചാടിയും ജീവനെയും തമ്മിൽ അകറ്റാൻ വേണ്ടി ആദ്യം മുതലേ നമ്മൾ ഒരുമിച്ചല്ലേ എല്ലാം പ്ലാൻ ചെയ്തത്. ആദ്യം നിങ്ങൾ അങ്ങനെ പലതും പ്ലാൻ ചെയ്ത് കാണും. പക്ഷേ രഘുവേട്ടൻ പിന്നീടൊന്നിലും നേരിട്ട് ഇടപെട്ടിട്ടില്ല. അപ്പോഴൊക്കെ ഞങ്ങൾ പഞ്ചരത്നത്തിലായിരുന്നു. അല്ലെങ്കിലും ദാസങ്ങള് ജീവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതും മഞ്ചാടിയെ വീട്ടിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചതും അല്ലാതെ വേറൊന്നും നമ്മൾ അവർക്കെതിരെ ചെയ്തിട്ടില്ലല്ലോ ചേച്ചി. അന്ന് അച്ഛനും പോലീസും അവരെ സ്വതന്ത്രരായി വിടാൻ തീരുമാനിച്ചതോടെ നമ്മളും അവരുടെ കാര്യത്തിൽ നിന്ന് പിന്മാറിയില്ലേ വിനേട്ടാ? അതിനുശേഷം അവർക്കെതിരെ എന്തെങ്കിലും നീക്കം നിങ്ങൾ നടത്തിയോ? ചിരു, പിന്നെ നമ്മളൊന്നും അറിയാതെ ദാസങ്ങൾ ചില നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് വിനയനും അറിയാം. വിനേട്ടാ, പലതും കൂട്ടി വായിച്ചെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മഞ്ചാരിയുടെ കല്യാണം മുടക്കാൻ ദാസങ്ങളുടെ നിർദ്ദേശപ്രകാരം സുശീൽ ആന്റി ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എന്ന. അതുകൊണ്ടൊക്കെ ഈ തീരുമാനിച്ചു വെച്ച കല്യാണം മുടങ്ങും രഘുവേട്ട. അത്രയ്ക്ക് ചിന്തിക്കാൻ കഴിയില്ലാത്തവരാണോ ഈ സുശീൽ ആന്റിയും ദാസങ്ങളും ഒക്കെ? അതുകൊണ്ടായിരിക്കും ജീവൻ രാജിനെ തന്നെ അങ്ങ് ഇല്ലാതാക്കാൻ തീരുമാനിച്ചത് അല്ലേ ചേച്ചി? രഘുവേട്ട, എഴുന്നേൽക്ക്, നമുക്ക് പോവാം. അച്ഛൻ ഈ കാര്യങ്ങളിലൊക്കെ നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നതാ. മഞ്ചാടിയുടെ കല്യാണം മുടക്കിയതിന് പ്രതിഫലമായി അനുവിന്റെ പേരിലുള്ള കട ഇന്ദ്രന് തിരിച്ചു കൊടുക്കുന്നത് ശരിയാണോ എന്ന് അച്ഛന്റെ മുഖത്ത് നോക്കി തന്നെ എനിക്ക് ചോദിക്കണം. വന്നേ, എഴുന്നേറ്റ് വാ. രഘുവേട്ടാ, 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 ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്പിളി ചേച്ചി നിന്നേ. രഘുവേട്ടാ, പോകുന്ന ഒരു പോട്ടെ ചിരു. ചേച്ചി. പോയി കേസ് കൊടുക്കട്ടെ. നമുക്കൊരു ചുക്ക് സംഭവിക്കാനില്ല. രഘുവേട്ടാ, അമ്പിളി ചേച്ചി ഒന്ന് നിന്നേ. ഇവിടെ നിന്ന് എന്തോ ന്യൂസ് കിട്ടിയെന്ന് പറഞ്ഞ് അവിടെ പോയി അച്ഛനെ എരികേറ്റി ദാസങ്ങളുടെ അച്ഛനെയും തമ്മിൽ തെറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാവർക്കും കൂടി ഞങ്ങളെ ഒറ്റപ്പെടുത്താമെങ്കിലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളും ചെയ്യും. പാരുകേട്ടാ. രഘുവേട്ട, പ്ലീസ്. രഘുവേട്ടൻ എങ്ങനെ അമ്പിളി ചേച്ചിയെ പോലെ ആവല്ലേ? ഇതൊരു നിസ്സാര കാര്യമല്ല. അച്ഛനെ അറിയിക്കുമ്പോ അതിനൊരു വ്യക്തത വേണം. നീ എന്തിനാ ചിരു പേടിക്കുന്നേ? കേസ് കൊടുത്താലും പേടിക്കാനില്ലെന്നല്ലേ വിനയം പറഞ്ഞേ? എനിക്കൊന്നും പേടിക്കാനില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയാൻ പാടില്ല. അത് പോലീസ് അന്വേഷിച്ചോളൂ. അവരിപ്പൊ തന്നെ ജീവൻ രാജിന്റെ ഡെഡ് ബോഡി അന്വേഷിച്ച് നടക്കുകയാണല്ലോ. അത് കണ്ടെത്തുന്നതോടെ ആരൊക്കെ അകത്ത് പോകുമെന്ന് നമുക്ക് കാണാം. ഭാര്യയുടെ അനിയത്തിയെ ട്രാപ്പിൽ പെടുത്താൻ നോക്കിയവനെ കൊന്നുള്ള പരിചയമൊന്നും എനിക്കില്ല അമ്പിളി ചേച്ചി.